അതിന് ഏറ്റവും വലിയ ശിക്ഷ അപ്പം കൊടുക്കുക. അത് വലിയ പാർട്ടി നേതാവാകട്ടെ, അല്ലെങ്കിൽ മറ്റേ എന്താ പറയുക അല്ലാത്തവരാകട്ടെ, ഇതുപോലുള്ള ഇപ്പം ഇത്തിരി കൊച്ചു കുട്ടികൾക്കൊക്കെ ഇത്രയും ഒരു അക്രമവാസന. ലഹരിയാന്ന് പറഞ്ഞ് ഈ ലഹരി എവിടുന്നാ വരുന്നത്? അത് ഞാൻ ചോദിച്ചു. ഈ അടുത്ത കാലത്ത് സത്യം പറയാണ്, ഞാൻ പേര് പറയുന്നില്ല, ഒരു മന്ത്രിയോട് ചോദിച്ചു, സാറേ നമ്മൾ ഈ വിദേശത്ത് പോകുമ്പോൾ എയർപോർട്ടിൽ ചെന്നിറങ്ങുമ്പോൾ തൊട്ട് നമ്മുടെ നഖം, കണ്ണ്, മൂക്ക്, കുന്തം, കുടച്ചക്രം, പാസ്പോർട്ട് സകലതും അവൻ്റെ കമ്പ്യൂട്ടറിലുണ്ട്. അവിടെ വണ്ടിക്കകത്ത് നമ്മൾ ചെറിയ അപകടം പറ്റിയാൽ പോലും ടക്ക് ടക്ക് എന്ന് അടിച്ചു നോക്കിയാൽ നമ്മുടെ കംപ്ലീറ്റ് ചരിത്രം അവരുടെ കമ്പ്യൂട്ടറിൽ കിടപ്പുണ്ട്. എയർപോർട്ട് തൊട്ട് പിന്നെ അവൻ ബ്ലോക്ക് ചെയ്യും, അല്ലേ? നമ്മൾ പുറത്ത് കിടക്കാതെ. അത്രയുമൊക്കെ രാജ്യത്ത് നിന്ന് വേറെ രാജ്യത്ത് പോകുമ്പോഴാണെങ്കിലും ഒരു സംസ്ഥാനത്തിനകത്ത് യാത്ര ചെയ്യുന്ന അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് ഒരു സംവിധാനം കൊണ്ടുവന്നുണ്ട്. എനിക്കറിയില്ല കേട്ടോ, നിങ്ങൾക്കൊക്കെ അറിയാമെങ്കിലൊന്ന് ചോദിക്കണം. ഒരാൾ വന്നു, അതിനെയും ഗുവാഹട്ടി എക്സ്പ്രസ്സിൽ വന്നിറങ്ങിയോ വേറെ വല്ലതും ജാംനഗറിൽ വന്നിറങ്ങിയോ അവിടുന്ന് റിസർവേഷൻ എടുക്കുമ്പോൾ ശരി നമ്മൾ ആധാറൊക്കെ കാണിച്ച് പോയി ആ ലിസ്റ്റ് ഇങ്ങോട്ട് കൊടുക്കണ്ടേ? ഇത്ര പേര് ഇന്ന കമ്പാർട്ട്മെൻറ്റിൽ 30 പേര് വരുന്നുണ്ട്, ആ ഒരു സംവിധാനം ഇവിടെ വയ്ക്കുന്നു, ഇവരെവിടെ ഇറങ്ങുമ്പോൾ നിങ്ങളിവിടെ താമസിക്കുന്ന അഡ്രസ്സ് എന്താ, ആരുമാണ്. അതൊക്കെ ഉത്തരവാദിത്തപരമായിട്ട് നമ്മൾ അന്വേഷിക്കുകയാണെങ്കിൽ ഒരുപാട് അക്രമങ്ങൾ നടക്കുന്നതിൽ ഒരു പരിധി വരെയെങ്കിലും ഇത് ചെയ്തവനാരാന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് ചെയ്ത അവൻ അന്ന് രാത്രിയിലെ വണ്ടിക്ക് തിരിച്ചു പോവുക. അത് കള്ളത്തരമാകട്ടെ, മോഷണമാകട്ടെ, കൊലപാതകമാകട്ടെ, തീവ്രവാദമാകട്ടെ. എന്നിട്ട് ആ ചെയ്തവനൊക്കെ പോയി, ബാക്കിയുള്ള ഈ നാട്ടിൽ കിടന്ന് മനസ്സമാധാനമായിട്ട് ജീവിക്കുന്നവരുടെയൊക്കെ ജാതിയുടെയും മതത്തിൻ്റെയും പേരും പറഞ്ഞ് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും.